നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 50 GK ചോദ്യങ്ങൾ നോക്കാം. ഇത് മിക്കതും SCRT വൈസ് ചോദ്യങ്ങളാണ്. ഡിഗ്രി ലെവൽ മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സയൻസ് ചോദ്യങ്ങൾ നിങ്ങൾ മേഖലകൾ നോക്കി തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയ SCRT നിങ്ങൾക്ക് ഇതിന് ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ ഡിഗ്രി ലെവൽ മെയിൻസ് ആയിക്കോട്ടെ, 10th ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, എല്ലാവരും പുതിയ SCRT ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് പഠിക്കുക. കാരണം NCERT-യുടെ മിക്ക പോയിന്റ്സും പുതിയ SCRT-യിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. കോഴ്സിനകത്ത് വീഡിയോ ക്ലാസ്സും PDF നോട്ടും SCRT NCERT ചാപ്റ്റർ ഡിസ്കഷനുമാണ് നമ്മൾ കൊടുക്കുന്നത്. വിത്ത് മോക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് SPCID-ക്ക് വേണ്ടിയിട്ട് 50 മാർക്ക് ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സും ആക്ടുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെക്ഷനും, അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിന് 48 മാർക്കിന് 549 രൂപയ്ക്ക് വീഡിയോ ക്ലാസ്സും PDF നോട്ടും SCRT NCERT ചാപ്റ്റർ ഡിസ്കഷനും മോക്ക് ടെസ്റ്റുകളും, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് സ്പെഷ്യൽ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ആണ് നമ്മൾ റൺ ചെയ്യുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ്, കേരള ഗവേണൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ, അതിന്റെ PDF നോട്ട്, പ്രത്യേകിച്ച് PYQ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റുകളും, കേരള ഗവേണൻസിനും പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്സും സയൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ക്ലാസ്സുകളുമായിരിക്കും നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് 50 മാർക്ക് GK ടോപ്പിക്സിൽ നിന്നും 50 മാർക്ക്, അത് കൂട്ടത്തിൽ ഇംഗ്ലീഷിന്റെ കംപ്ലീറ്റ് നോട്ട് 20 മാർക്കിന്റെ ഇംഗ്ലീഷിന്റെ കംപ്ലീറ്റ് നോട്ടും എല്ലാം നമ്മുടെ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. താല്പര്യമുള്ളവര് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം, ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിരിക്കാം. ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. ഫസ്റ്റ് കമന്റ് ആയിട്ടും ഞാൻ പിൻ ചെയ്തേക്കാം ഏത് നമ്പർ ആണ് എന്നുള്ളത്. ഒരു നമ്പർ ഞാൻ ഒന്ന് കാണിച്ചും കൂടെ തരാം. ആർക്കെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 9207515990 9207515990 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് അയക്കേണ്ടത്. അപ്പൊ ഇൻട്രസ്റ്റ് അയച്ചു കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. മാക്സിമം 50 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ 50 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ക്ലാസ്സുകളും ഈ പറഞ്ഞതുകൊണ്ട് തന്നെ നോട്ട്സും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഓൾറെഡി ചെയ്തു തുടങ്ങി കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ന് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് എല്ലാവർക്കും അറിയാം, ഗൗരി പാർവതി ഭായ് ആണ്. ഒരു ദിവസം SCRT ചോദ്യമാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? SCRT ചോദ്യമാണ് ഇതും. എന്തിനെയാണ്? ആവാദിനെയാണ്. 2026-ലെ G17 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ D ആണ് ഫ്രാൻസ്. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആര്? ഓപ്ഷൻ C ആണ് മുഹമ്മദ് അലി ജിന്ന. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ്? ശിവയോഗ വിലാസം ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വാഗ്ഭടാനന്ദനാണ്. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ലാഹോർ സമ്മേളനം. മിശ്ര വേലിയേറ്റത്തെ കുറിച്ച് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഒരു ദിവസത്തെ ഒരു ഉയർന്ന വേലിയേറ്റവും ഒരു താഴ്ന്ന വേലിയേറ്റവും മാത്രമേ ഉണ്ടാകൂ എന്നതിനെ മിശ്ര വേലി എന്ന് വിളിക്കുന്നു. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നു. ഒരു ദിവസം 2 ഉയർന്ന വേലിയേറ്റവും 2 താഴ്ന്ന വേലിയേറ്റവും മാത്രമുള്ളതിനെ മിശ്രവേലി എന്ന് വിളിക്കുന്നു. ഒരു ദിവസം 3 ഉയർന്ന വേലിയേറ്റവും 3 താഴ്ന്ന വേലിയേറ്റവും മാത്രമേ ഉള്ളൂ, ഇതിനെ മിശ്രവേലി എന്ന് വിളിക്കുന്നു. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ C ആണ് ആൻസർ. 2 മാത്രം. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ, അതായത് ഹൈറ്റ് കൂടിയുള്ള തിരയും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള തിരയുടെ ആ ഒരു വേലിയേറ്റങ്ങളെയാണ്, അതായത് ഹൈറ്റ് കൂടി ഹൈറ്റ് കുറഞ്ഞും, അതായത് ഉയരം കൂടി ഉയരം കുറഞ്ഞും വേലിയേറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് മിശ്ര വേലിയേറ്റം. 8, അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ C ആണ്, കാർബൺ ഡയോക്സൈഡ്, CO2 ആണ്. ബാക്കിയെല്ലാം എന്താണ്? ഹരിതഗ്രഹ വാതകങ്ങളാണ്. മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്. ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡയോക്സൈഡ്. 9, താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട, ഇതും SCRT ചോദ്യമാണ്, ഇതും SCRT. ഖാരിഫ് വിളയുമായിട്ട് ബന്ധപ്പെട്ട മാസങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ B ആണ്, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അടുത്തത് പ്രസ്താവന നോക്കുക. ഇതിൽ ശരിയായത് ഏത്?
ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്നും ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാബർ എന്ന് വിളിക്കുന്നു. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്നും ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയാണ് ഖാദർ. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാങ്കർ എന്ന് വിളിക്കുന്നു. ബാബർ, ഖാദർ, ബാങ്കർ. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളതെന്ന് എഴുതണം. അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തറായി ബെൽറ്റ് ഭങ്കർ എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഓപ്ഷൻ സി ആണ്. 1 ശരിയാണ്, 4 ശരിയാണ്. 4 നമുക്ക് എല്ലാവർക്കും അറിയാം. പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തറായി ബെൽറ്റ് ബാങ്കർ എന്നറിയപ്പെടുന്നു. അതുപോലെ ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്നും ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയാണ് ബാബർ എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ദോഡാബെട്ട. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം. ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആണ്, ആറളം. തൊഴിൽ ഘടന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തൊഴിൽ ഘടന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇതിന്റെയൊക്കെ കുറച്ചുകൂടെ കൂടിയ വേർഷൻ ആണ് നമുക്ക് ഡിഗ്രി പ്രതീക്ഷിക്കുന്നത് കേട്ടോ. മേഖല ഇതൊക്കെ തന്നെ, പക്ഷെ കുറച്ചുകൂടെ ടഫ് ആയിരിക്കും. ഓപ്ഷൻ സി, വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണമാണ് തൊഴിൽ ഘടന. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സെക്കൻഡ് പദ്ധതി വ്യവസായം. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരുന്നു? ഓപ്ഷൻ എ, സിന്ധുശ്രീ ഖുള്ളർ. ദാരിദ്ര്യരേഖാ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, ദാദാഭായ് നവറോജി. ഡ്രെയിൻ തിയറി ആരുടെയാണ്? ദാദാഭായ് നവറോജി. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ ഏതാണ്? സി ആണ്, ആഗോളവൽക്കരണമാണ്. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭിക്കുന്നതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി, RBI ഡേറ്റ എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളെ പരിഹരിക്കുക. ഇന്ത്യയുടെ പൗരത്വമാണ് ചോദിച്ചിരിക്കുന്നത്. സിറ്റിസൺഷിപ്പ്. ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. ഭരണഘടനയുടെ 4ാം ഭാഗത്തിലാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ആൻസർ ചെയ്യാം. ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ് അല്ലെ? ഇത് തെറ്റാണ്. രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളെ പറ്റി, DPSPയെ പറ്റിയിട്ട് ശരിയായിട്ടുള്ള വിവരം. ഭരണഘടനയിൽ 36 മുതൽ 51 വരെയാണ് അനുച്ഛേദം, ആർട്ടിക്കിൾ. 30 മുതൽ 46 വരെയുള്ള ആർട്ടിക്കിൾ. 35 മുതൽ 53 വരെ, 39 മുതൽ 51 ആർട്ടിക്കിളിനകത്താണ് DPSP വരുന്നത്. ഏത് ആൻസർ? ഓപ്ഷൻ സി ആണ്. ഇതാണ് ആൻസർ. 36 to 51. അവിടുത്തെ ഇവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതിനകത്ത് ഏതൊക്കെയാണ് തുറമുഖം, മായം ചേർക്കൽ, കന്നുകാലി പരിപാലനം, ഓരോരുത്തരെയും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കേന്ദ്ര ലിസ്റ്റിനകത്താണ് തുറമുഖം വരുന്നത് അല്ലെ? സംസ്ഥാന ലിസ്റ്റിനകത്ത് എന്ത് വരും? കന്നുകാലി. സംയുക്ത ലിസ്റ്റിനകത്താണ് മായം ചേർക്കൽ വരുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറയുന്നത്. 44 ആണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. നിലവിൽ അനുച്ഛേദം 300B ഉൾപ്പെടുന്നത് സ്വത്തവകാശം. അനുച്ഛേദം 22(4) മാറ്റങ്ങൾ വരുത്തി. കരുതൽ തടങ്കൽ സാധുവാക്കുന്ന കൂടുതൽ ഉപാധികൾ ഉൾപ്പെടുത്തി. 382 അനുച്ഛേദത്തിൽ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. ഏതൊക്കെയാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ഇത് മാത്രമാണ് 300A എന്നുള്ളതാണ്. അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നവരിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത്. ത്രിതല പഞ്ചായത്തിനകത്ത് ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി, ജില്ലാ കൗൺസിലാണ്. ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ത്രിതലമാണ്. സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 29 മുതൽ 30, 29ഉം 30ഉം. അടുത്ത ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് ക്രിപ്സ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത്. സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്രിപ്സ് മിഷൻ പദ്ധതി. ശരിയല്ലാത്തതാണ്. പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ്. ഓക്കെ. അടുത്തത് ചുവടെ പറയുന്നവയിൽ കേന്ദ്ര സർവീസുകൾ ഏതൊക്കെ? സെൻട്രൽ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്,
ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്. ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ റെയിൽവേ സർവീസ് ആൻഡ് ഇന്ത്യൻ റവന്യൂ സർവീസ്. അടുത്തത് 27. ചുവടെ നൽകിയിരിക്കുന്നവയിൽ 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ അല്ലെങ്കിൽ കമ്മീഷണർ ആരാണ്? 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രം, ജ്ഞാനേഷ് കുമാർ മാത്രം. ബാക്കി എല്ലാവരും സുകുമാർ സെൻ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ, TN ശേഷൻ, N ഗോപാലസ്വാമി. 27 കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ ക്വാറം 4 ആണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീശക്തി. ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്തത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. 2005 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. ഇതിന്റെ വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറി ആണ്. സുരക്ഷിത കേരളം എന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യാണ്. ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇതെല്ലാം നമുക്ക് ഡിഗ്രിക്കും കുറച്ചുകൂടെ ഹയർ ലെവലിൽ പ്രതീക്ഷിക്കാം. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 11-ാമത്തെ വകുപ്പ് തണ്ണീർത്തടങ്ങൾ രൂപം മാറ്റുന്നതിന് നിരോധിക്കുന്നു. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിന്റെ നിയമത്തിലെ 8-ാം വകുപ്പ് പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി രൂപീകൃതമായത്. ഏതൊക്കെയാണ് ഇതിനകത്ത് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് ശരി. 31 കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. ഏതാണ് തെറ്റ്? കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് K-സ്മാർട്ട്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹയാനം. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ സംരംഭമാണ് മന്ദഹാസം. ഏതൊക്കെയാണ് തെറ്റ്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം അല്ല. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ചില വിവരങ്ങൾ താഴെയുണ്ട്. ശരിയായത് ഇത് സയൻസ് ആണ്. മനുഷ്യ ശരീരത്തെ പറ്റിയിട്ട് ശരിയായിട്ടുള്ളതാണ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ് ആണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. കണ്ണിന്റെ ലെൻസിനെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് റേഡിയൽ പേശി. വാഗസ് നാഡി ഒരു സുഷുമ്നാ നാഡിക്ക് ഉദാഹരണമാണ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്. 2 മാത്രം. ശരിയായ ജോഡി കുഷ്ഠരോഗം ഓരോന്നും വരുത്തുന്നത് ആരാണെന്നാണ് ചോദ്യം. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ജോഡി ഏതാണെന്ന് എടുത്തെഴുതണം. ഓപ്ഷൻ ബി ആണ്. അതായത് കുഷ്ഠരോഗം വരുത്തുന്നത് ബാക്ടീരിയ, അത്ലറ്റ് ഫൂട്ട് ഫംഗസ് ആണ്, മീസിൽസ് വൈറസ്, മന്ദരോഗം വിരകൾ. എല്ലിന്റെയും കാൽസ്യത്തിന്റെയും ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. എല്ലിന്റെയും പല്ലിന്റെ ആരോഗ്യത്തെ ബാധിക്കും. നാഡീ പ്രവർത്തനം തകരാറിലാവുന്നു. പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. രക്തം കട്ട പിടിക്കുന്നത് തകരാറിലാകുന്നു. ഏതൊക്കെയാണ് ഇവിടെ ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. എല്ലാം. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേത രക്താണു ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. ബേസോഫിൽ. 36 ജൈവ വൈവിധ്യനാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം, അതായത് പ്രകൃതി നിർദ്ധാരണം എന്നുള്ളത്. കേരള സർക്കാരിന്റെ കിടപ്പ് രോഗികൾക്കായിട്ടുള്ള ശുശ്രൂഷ പദ്ധതിയുടെ പേരെന്താ? ആൻസർ ഓപ്ഷൻ എ ആണ്. ആശ്വാസകിരണം. ഫോക്കസ് ദൂരം 5 സെന്റിമീറ്റർ ആയ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ കോണീയ ആംഗുലർ മാഗ്നിഫിക്കേഷൻ എത്ര ആണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി 6 ആണ്. മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഓപ്ഷൻ ബി ആണ്. ജലതന്മാത്രകളുടെ കമ്പനം. 40 താഴെ പറയുന്നവയിൽ ഘർഷണബലം ഏതിനെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ഉപരിതലത്തിന്റെ സ്വഭാവം. 2025 റിപ്പോർട്ട് ചെയ്ത ഗ്രാവിറ്റേഷണൽ വേവ് സാധാരണയായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ബ്ലാക്ക് ഹോളുകളുടെ ലയനം. രൂപാന്തരത്വം അഥവാ രൂപാന്തരത്വം എന്ന സ്വഭാവവിശേഷം കാണിക്കാത്ത മൂലകം ഏത്? അല്ലോട്രോപിസം കാണിക്കാത്തത് ആരാണെന്നാണ് ചോദ്യം. നൈട്രജൻ. സൾഫറും കാർബണും ഫോസ്ഫറസിനും ഉണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. ഓക്സാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, കാർബോണിക് ആസിഡ്.
ആവർത്തന പട്ടികയിലെ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗം ലിഥിയമാണ്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുക്കുക ഉത്തരം ശരിയായിട്ടുള്ളത്. ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യം എന്ന മൂലകവുമായി വികർണ ബന്ധം കാണിക്കുന്നു. ലിഥിയം സഹസംയോജക സംയുക്തങ്ങൾ രൂപീകരിക്കും. ലിഥിയത്തിന് ഉയർന്ന അയോണിക ഊർജ്ജമുണ്ട്. ലിഥിയത്തിന് ഉയർന്ന വിദ്യുത് ഘനതയുണ്ട്, അതായത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട്. ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ 1, 2, 3 ശരിയാണ്. 45 തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്ന വിഷയം 2025 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹമായി. ഇമ്പോർട്ടന്റ്. ഏതാണ് ഇതിനെപ്പറ്റി തെറ്റായ പ്രസ്താവന? ആൻസർ മാത്രം ഒന്ന് പറയാം. ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. അതായത് അന്തരീക്ഷ വായുവിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് ജലമായി സംഭരിക്കാൻ സാധിക്കും. വിഷവാതകങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സാധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നു. 46 മാമാങ്കവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ രാഷ്ട്രീയ ജീവിതത്തിൽ ബ്രാഹ്മണർക്ക് സ്വാധീനം ലഭിച്ചു തുടങ്ങി എന്നാണ് മാമാങ്കത്തിന്റെ ഉത്ഭവം സൂചിപ്പിച്ചത്. 12 വർഷം കൂടുമ്പോൾ നടക്കുന്നു. കുലശേഖര വംശം അസ്തമിച്ചതോടെ മാമാങ്കം കൊണ്ടാടിയിരുന്നത് വള്ളുവനാടിന്റെ അധിപനായിരുന്ന വള്ളാട്ടിരിയായിരുന്നു. തിരുനാവായിൽ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം കൊണ്ടാടിയത്. അടുത്തത് 47 മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രത്തെ ആ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവൽ ഏത് പേരിലാണ് അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ സി നിരമിത്രൻ. യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്താവന ഏതാണ്? അത് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 48 ഓപ്ഷൻ ബി 2 മാത്രം, ഇത് മാത്രം. യക്ഷഗാനത്തിന് ബലയാട്ടം എന്ന പേര് കൂടെയുണ്ട്. കാസർഗോഡ് ജില്ലയിലാണ് ഈ കലാരൂപമുള്ളത്. പാർത്ഥി സുബ്ബയാണ് ഇതിന്റെ പിതാവ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് നമ്മൾ. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അതിനകത്ത് ഇനി വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ പേര്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിന്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട് അല്ലെ? എന്താക്കി മാറ്റിയിട്ടുണ്ട്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി തലശ്ശേരി. 50 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. 50 ചോദ്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസുകാർക്കും കൂടെ വേണ്ടിയിട്ട് ഉള്ള 50 ചോദ്യങ്ങളായിട്ട് എടുക്കുക. നിങ്ങൾ ഇതിന്റെയൊക്കെ കുറച്ചുകൂടെ കൂടിയ വേർഷൻസ് ഒന്ന് പഠിക്കുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 9207515990 ഇൻട്രസ്റ്റ് അയക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.